Good evening. Good evening. Hello. 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 എന്നോട് അച്ഛന്മാർ പറഞ്ഞത് ഏകദേശം 400ഓളം കുട്ടികൾ ഇന്നത്തെ കൺവെൻഷന് വരും എന്നാണ്. അപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായത്, കുട്ടി കൺവെൻഷൻ എന്ന് പറയുന്നത് കുട്ടികളായിരിക്കുന്നവരുടെ മാത്രം കൺവെൻഷൻ അല്ല, കുട്ടികളുടെ മനസ്സുള്ളവരുടെയും കൂടെ അല്ലേ, കുട്ടികളുടെ മനസ്സുള്ളവരുടെയും കൂടെ ഒരു കൺവെൻഷനാണ് കുട്ടി കൺവെൻഷൻ അല്ലേ. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഇന്ന് എന്തുവാ കുട്ടികളാണ് അല്ലേ. ഈ സൈഡിൽ ഇരിക്കുന്നവരും ഈ സൈഡിൽ ഇരിക്കുന്നവരും എല്ലാവരും ഇന്നാരാ കുട്ടികളാ. അപ്പൊ നമുക്ക് ഇന്ന് കുട്ടികളുടെ രീതിയിലൊന്ന് ചിന്തിക്കാം, കുട്ടികളുടെ രീതിയിലൊന്ന് സംസാരിക്കാം. സോ ആർ യു റെഡി? പോരാ, തിരുമനി മുമ്പ് പറഞ്ഞപ്പോ ഭയങ്കര സൗണ്ട് ആയിരുന്നല്ലേ, എസ് എന്നൊക്കെ പറഞ്ഞപ്പോ. ആർ യു റെഡി? എന്റെ ഇടത്തെ സൈഡിലുള്ളവർക്കാ കുറച്ചുകൂടി സൗണ്ട്, അവരെ തോപ്പിക്കണ്ടേ. ആർ യു റെഡി? ആർ യു റെഡി? കണ്ടോ? ആർ യു റെഡി? ഓക്കെ. സോ തിരുമേനി ഇവിടെ എന്താണ് പറഞ്ഞത്? തിരുമേനി ഏകദേശം ഒരു 15 മിനിറ്റോളം നിങ്ങളോട് സംസാരിച്ചു അല്ലേ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ഓക്കെ. തിരുമേനി ഇവിടെ പറഞ്ഞ ഏതെങ്കിലും നിങ്ങളുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം ഇവിടെ ഫ്രണ്ടിൽ നിന്ന് ആർക്ക് വന്ന് പറയാൻ സാധിക്കും? തിരുമേനി ഇവിടെ 15 മിനിറ്റോളം നിങ്ങളോട് സംസാരിച്ചു, നിങ്ങളുടെ ലെവലിലേക്ക് ഇറങ്ങി നിങ്ങളോട് സംസാരിച്ചു. ആ കൊള്ളാം കൊള്ളാം കൊള്ളാം. മോളുടെ പേര് ഏമി. ഏത് പള്ളിയാ? പുതുപ്പള്ളി. ആ പുതുപ്പള്ളിയുടെ അഭിമാനം ഏമി. ഓക്കെ. തിരുമേനി പറഞ്ഞ കാര്യം, മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത കാര്യം എന്താണെന്ന് പറയാം. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? വേറെ എന്തെങ്കിലും? നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കും. നല്ലൊരു കൈഡി കൊടുത്തേ. ഓക്കെ, താങ്ക് യു. ചോരി മുട്ടായി കൊടുക്കാം. അങ്ങോട്ട് ചെന്നേ, തിരുമേനി തരും. ഞാനൊന്ന് ശ്രദ്ധിക്കുകയായിരുന്നു, ഇവിടെ തിരുമേനി സംസാരിച്ചപ്പോൾ പലരും പല രീതിയിലൊക്കെയാണ് കസേരയിൽ ഇരിക്കുന്നത്. ചിലവരൊക്കെ ഇങ്ങനെ ചരിഞ്ഞിരിക്കും, ചിലരൊക്കെ കാലുമേ ചെറിഞ്ഞിരിക്കും അല്ല. തോണ്ട് ഉറക്കം തൂങ്ങുന്നു അല്ലേ. എല്ലാവരും നേരെ ഇരുന്നേ. ആ യെസ്. എന്തുകൊണ്ടാണ് ചോദിച്ചെന്നറിയാം? ഇത്രയും നേരം തിരുമേനി പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കയറിയോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഏമി വളരെ മനോഹരമായിട്ടത് പറഞ്ഞു. ഒരുപാട് പേർ കേട്ട് കാണും, നിങ്ങളുടെ മനസ്സിൽ അത് കയറിയിട്ടുണ്ടാകാം. ഓക്കെ. സോ നമുക്ക് ദൈവസ്നേഹത്തെ പറ്റി ഒരു പാട്ട് പാടി അങ്ങ് തുടങ്ങിയാലോ? റെഡിയാണോ? 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 ആരും റെഡി? അപ്പോൾ ദൈവസ്നേഹം, തിരുമേനി പറഞ്ഞത് ദൈവത്തെ സ്നേഹിക്കണം, സ്വയമേ സ്നേഹിക്കണം. അപ്പോൾ സ്നേഹത്തെ പറ്റി നമുക്കൊരു പാട്ട്. ഓക്കെ. ഈ കൺവെൻഷൻ, അതായത് ഈ സെഷൻ നടത്തുന്നത് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ അച്ഛന്മാരെല്ലാം നിങ്ങളുടെ കൂടെ ഇതിനു വേണ്ടി ഇറങ്ങി വരും. അവരെ സ്വാഗതം ചെയ്യണ്ടേ? ഒന്ന് നല്ലൊരു കൈഡി കൊടുത്തേ അവർക്ക് കൂടെ. ഓക്കെ. ഞാൻ ഈ സ്ക്രീനിൽ ഒരു ലിറിക്സ് ഡിസ്പ്ലേ ചെയ്യാം. അതാണ് നമ്മുടെ ആദ്യത്തെ പാട്ട്. ഫസ്റ്റ് ലൈൻ ഒന്ന് വായിച്ചേ. ഗോഡ്സ് ലവ് ഇറ്റ്സ് സോ വണ്ടർഫുൾ. ഗോഡ്സ് ലവ് ഇറ്റ്സ് സോ വണ്ടർഫുൾ. ഗോഡ്സ് ലവ് ഇറ്റ്സ് സോ വണ്ടർഫുൾ. ഓ വണ്ടർഫുൾ ലവ്. ഓ വണ്ടർഫുൾ ലവ്. പാടിത്തരട്ടെ, പാടിത്തരട്ടെ. God's love. ആ മിടുക്കനാണല്ലോ. ഞാൻ ഫസ്റ്റ് ലൈൻ പാടിയപ്പോൾ അതിന്റെ അടുത്ത് നിങ്ങൾ പാടി. ഓക്കെ. God's love. God's love. God's love. ഓ, ഈ കോട്ടയത്തെ പിള്ളേർ ഇതുവരെ ഒരു രക്ഷയില്ല കേട്ടോ. പിള്ളേരെ വേറെ ലെവലാ. നല്ലൊരു കൈ നിങ്ങൾക്ക് അതിനെ നിങ്ങളൊന്ന് അടിച്ചേ. പോരാ, ആഞ്ഞടി. ഞാൻ വിചാരിച്ചു ഇത് ആദ്യം തൊട്ട് നിങ്ങളെ പഠിപ്പിക്കേണ്ടി വരും, പക്ഷെ നിങ്ങൾ ആദ്യമേ പഠിച്ചു കഴിഞ്ഞു. ഒരുമിച്ച്. ഓക്കെ, റെഡി? 1 2 3 4. God's love, it's so wonderful. God's love. God's love. Oh, oh wonderful love. ഇതിന്റെ ചെറിയൊരു ആക്ഷൻ കൂടെ നോക്കിയാലോ? ആ റെഡിയാണോ? ആ എന്തിനും തയ്യാറാ അച്ഛാ. പിള്ളേരെ ആക്ഷൻ സോങ് ഒക്കെ റെഡിയാണ്.
നമ്മുടെ തിരുമേനി അപ്പച്ചൻ ഈ സമയത്ത് പോവുകയാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? തിരുമേനിക്ക് കൊട്ടാരക്കരയ്ക്ക് പോകേണ്ടതാണ്. എന്നിട്ടും ഇവിടെ വന്ന് നമ്മോട് ഇത്ര അറിയിച്ചു. എല്ലാവരും ഒരു കൈയോട് തിരുമേനി സ്വീകരിച്ചേ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഹെഡ്മാസ്റ്റർമാരും ടീച്ചേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു. കോശി സാറ്, അതുപോലെ തന്നെ തോമസ് വർഗീസ് സാറ്, ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറി, നമ്മുടെ ഇൻസ്പെക്ടർ, രണ്ടുപേരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. സോ നമുക്ക് എവിടെ നിർത്തിയേ? God's love. Ready? 1, 2, 3, 4. God's love, it's so wonderful. God's love, it's so wonderful. God's love, it's so wonderful. Oh. Okay, so നമുക്ക് അതിന്റെ ആക്ഷൻ എങ്ങനെ കാണിക്കും? God's love എങ്ങനെ കാണിക്കും? മച്ചാ ഒന്ന് കാണിച്ചേ. God's love. God's love. ഒന്ന് കാണിച്ചേ ഒന്നുകൂടെ. Ready? 1, 2, 3, 4. God's love, it's so wonderful. God's love, it's so wonderful. God's love, it's so wonderful. Oh, wonderful. കിട്ടി? കുറച്ച് സ്പീഡ് ചെയ്യാം. Ready? 1, 2, 3, 4. God's love, God's love, God's love. ഈ ഫ്രണ്ടിൽ നിൽക്കുന്നവർ മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കി നിൽക്കുന്ന കുട്ടികളൊന്നും തന്നെ ചെയ്യുന്നില്ല. ചെയ്യുന്നില്ല ഇല്ലയോ? നിങ്ങളെ പുറമോട്ട് നോക്കി ഇവർ ചെയ്യുന്നുണ്ടോ നോക്കണം. ഒന്ന് നോക്കണേ. നിങ്ങളൊന്നും ചെയ്യില്ലേ? റെഡി? 1, 2, 3, 4. God's love, it's so wonderful. ഈ സൈഡിലെ കുട്ടികൾ ചെയ്യുന്നില്ല. It's so wonderful. God's love, it's so wonderful. Oh, wonderful love. കിട്ടി? ഞാൻ പറഞ്ഞു ഇന്ന് നമ്മൾ ആരും മുതിർന്നവരല്ല. ഇന്നാരാ? ഇവിടെ നിൽക്കുന്നവരും ബാക്ക് ഏറ്റവും അറ്റത്ത് നിൽക്കുന്നവരാരാ? ഇന്ന് കുട്ടികളാ. ഇന്ന് അല്പം കുട്ടിത്വമൊക്കെ നമുക്ക് ആകാം. എന്താകാം? കുട്ടിത്വമൊക്കെ ആകാം. നാണം കേടൊന്ന് വിചാരിക്കണം. ഓക്കെ, ഒരുമിച്ച് എല്ലാ അച്ഛന്മാരും ഇപ്പോ വന്നു. ഓട്ടെ, റെഡി? 1, 2, 3, 4. God's love, it's so wonderful. God's love, God's love. ഓക്കെ, അടുത്ത വരി അതുകൊണ്ട് നോക്കാം. എങ്ങനെ? സെയിം ട്യൂൺ ഒന്ന് പാടിക്കാം. റെഡി? 1, 2, 3, 4. So high, so high, you can't get over it. So high, you can't get over it. Oh, wonderful. Okay, so high എങ്ങനെ കാണിക്കും? So high. ഒന്ന് കാണിച്ചു. 1, 2, 3, 4. So high, you can't get over it. So high, you can't get over it. So high, you can't get over it. Oh, wonderful love. കിട്ടി. ഇനി അടുത്ത എങ്ങനാ? So deep എങ്ങനെ കാണിക്കും? So deep, you can't get under it. So deep, you can't get under it. So deep, you can't get under it. Oh, wonderful love. Okay, ഇത്രയൊന്ന് പാടി നിർത്താം. ഓക്കെ, ആദ്യം എന്തുവായിരുന്നു? God's love. രണ്ടാമത്തേത് so high. മൂന്നാമത്തേത് so deep. ഓക്കെ, റെഡിയാണോ? ഞങ്ങൾ ബീറ്റ് ഒന്ന് ഇട്ടെ, റിതം ഒന്ന് ഇട്ടെ. ആ റിതത്തിന്റെ കൂടെ നിങ്ങളൊന്ന് കൈ അടിക്കണേ ആദ്യമേ. ഞാൻ റിതം ഇടുമ്പോ നിങ്ങൾ കൈ അടിക്കണം. ഓക്കെ, ആഞ്ഞടിച്ചേ. ഫ്രണ്ടി വരണോ? ഉറക്കെ കൈ. ഓക്കെ, പാട്ട് പാടി ആക്ഷൻ ചെയ്യണം. റെഡി? 1, 2, 3, 4. God's love, it's so wonderful. God's love, it's so wonderful. God's love, it's so wonderful. Oh, wonderful love. ഒന്നുകൂടെ 3, 4. God's love, it's so wonderful. God's love, it's so wonderful. God's love,
It's so wonderful, oh wonderful love. അടുത്തത് ഹൈ. So high, can't get over it. So high, you can't get over it. So high, you can't get over it. Oh wonderful love. Deep, deep. So deep, you can't get under it. So deep, you can't get under it. So deep, you can't get under it. Oh wonderful love. Oh wonderful love. ഓർക്കേ. Oh wonderful love. ഒന്നൂടെ. Oh wonderful love. ഓക്കേ. എല്ലാരും വാമപ്പായോ? എഴുന്നേക്കണോ? വേണ്ട അല്ലേ? എഴുന്നേക്കണ ക്ഷീണമുണ്ടോ? ക്ഷീണമുണ്ട് അല്ലേ? എഴുന്നേക്കണോ? വേണോ? അന്ന് എഴുന്നേറ്റ് റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, ഇനി ബീറ്റ് ഇടുമ്പോൾ നിങ്ങൾ ജമ്പ് ചെയ്യണം. റെഡി 1 2 3 4. ചാട് 1 2 3 4. ബീറ്റ്. ഈ ബീറ്റിനനുസരിച്ച് നിങ്ങൾ ചാടണം. ഓക്കെ, റെഡി 1 2 3 4. നീ കൈ എടുത്ത് ചാടിക്കേ. ഓ ചാടാ, എന്തുവാടാ? സ്പീഡ് ചാട്, സ്പീഡില് ചാടിക്കേ, ചാടത്തില്ല. ഓക്കെ, റെഡി 1 2 3 4. God's love is so wonderful. God's love is so wonderful. God's love is so wonderful. Oh wonderful love. ഹൈ. So high, you can't get over it. So high, you can't get over it. So high, you can't get over it. Oh wonderful love. Deep. So deep, you can't get under it. So deep, you can't get under it. So deep, you can't get under it. Oh wonderful love. Oh wonderful love. ഒന്നൂടെ. Oh wonderful love. ഓക്കെ, ഒന്ന് കൈയടിച്ചേ. ശരി, ഒന്നിരുന്നേ. ക്ഷീണിച്ചോ? കുറച്ച് ഇല്ല, അതാണ് ക്ഷീണിക്കണ്ട. ഒരു അരമണിക്കൂറൂടെ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എത്ര മണിക്കൂറാ? അരമണിക്കൂർ മീൻസ് 30 മിനിറ്റ്സ്. ഓക്കെ, 30 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ചുമ്മാ പാട്ട് പാടി പോവുമല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം പഠിക്കണ്ടേ? നമ്മൾ എന്തിനാ ഇപ്പൊ വന്നിരിക്കുന്നത്? ഈ പ്രോഗ്രാമിന്റെ പേരെന്തുവാ? എന്തോ കൺവെൻഷൻ. ഒന്നൂടെ. അപ്പോൾ ഇത് നിങ്ങളുടെ ഇവിടുത്തെ ആദ്യത്തെ കൺവെൻഷൻ അല്ലേ? പുതുപ്പള്ളിയിലെ ആദ്യത്തെ കുട്ടി കൺവെൻഷനാ. പുതുപ്പള്ളിയിലെ ആദ്യത്തെ കുട്ടി കൺവെൻഷനാ. യെസ്, പുതുപ്പള്ളിയിലെ ആദ്യത്തെ കുട്ടി കൺവെൻഷനാ. ഇത് അപ്പോൾ എപ്പോഴും ഒരു മെമ്മറി ആക്കി മാറ്റണം. വേണ്ടേ ചുമ്മാ വന്നു പോയെന്ന് മാത്രമാണോ? അല്ല, ഇത് ആദ്യത്തെ കൺവെൻഷനിൽ പങ്കെടുത്തവരാണ് ആര്? ഈ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും. അപ്പൊ നല്ലൊരു കൈയ്യടി നിങ്ങൾക്ക് തന്നെ കൊടുത്തേ. ഇങ്ങനെ സംഘടിപ്പിച്ച ഈ ദേവാലയത്തിലെ അച്ഛന്മാർക്കും ഇവിടുത്തെ എല്ലാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തേ. യെസ്, ഓക്കെ. സോ നമുക്ക് ചെറിയ കാര്യങ്ങൾ, ഞാൻ ഒത്തിരി വലിയ തിയോളജി ഒന്നും പറയാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ചെറിയ കാര്യം. ഓക്കെ, എന്തുവാ? വളരെ ചെറിയ കാര്യം. ഓക്കെ, സോ എൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട്. എന്താണെന്നറിയാമത്? എന്താ? പെൻസിൽ ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉപയോഗിച്ചിട്ടില്ല? ജീവിതത്തിൽ പെൻസിൽ ഇതുവരെ ഉപയോഗിക്കാത്ത വ്യക്തിയാണോ? ഉപയോഗിച്ചിരുന്നു അല്ലേ? ഇപ്പൊ പേന ഉപയോഗിക്കുന്നല്ലേ? കുഴപ്പമില്ല. പെൻസിൽ ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇത് നിസ്സാരമായ ഒരു പെൻസിലാണെങ്കിലും ഈ പെൻസിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ചെറിയ പെൻസിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിലെ 5 കാര്യം മാത്രം നിങ്ങളോട് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി ഓഫ് എ പെൻസിൽ. എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞേ? എത്ര എണ്ണം?
5 അപ്പോൾ അതിലെ ഒന്നാമത്തെ ക്വാളിറ്റി എന്താണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എന്താണ്? ഒന്ന് വായിച്ചേ, ഒന്ന് വായിച്ചേ, ഒരുമിച്ച് വായിച്ചേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. You can do. അതിന്റെ മലയാളം എന്തുവാ? നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും അല്ലേ? നിങ്ങളെ കൊണ്ട് ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ഈ പെൻസിലും കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ? എന്തൊക്കെയാണ് പെൻസിൽ ഉപയോഗം? പറഞ്ഞോ, ഓരോരുത്തർ എഴുന്നേറ്റ് പറഞ്ഞോ. എഴുതാം, ഡ്രോയിങ് ചെയ്യാം, എഴുതി പഠിക്കാം. പറഞ്ഞോ. ഹോംവർക്ക് ചെയ്യാം. ഒത്തിരി പ്രയോജനങ്ങളുണ്ട്. ഉണ്ട്. ഇനി ഞാൻ തരാം, അവസരം തരാം. ഓക്കെ, സോ ഇതുകൊണ്ട് എഴുതാം, ഇതുകൊണ്ട് പടം വരയ്ക്കാം, ഹോംവർക്ക് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലേ? ഇത് ഒരു ആർട്ടിസ്റ്റിന്റെ കയ്യിൽ കിട്ടിയാൽ വളരെ മനോഹരമായ പടം വരയ്ക്കാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ ഒരു ആർക്കിടെക്റ്റിന്റെ കയ്യിൽ കിട്ടിയാൽ വലിയ വലിയ കെട്ടിടങ്ങളുടെയും അല്ലെങ്കിൽ വലിയ വലിയ മാളികകളുടെയും പ്ലാൻ വരയ്ക്കാൻ എന്തുകൊണ്ട് സാധിക്കും? ഇനി ഈ പെൻസിൽ ഞാൻ വെറുതെ ഇങ്ങനെ തറയിലിട്ടു, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പെൻസിലാണ്, ഒത്തിരി കാര്യങ്ങൾ സാധിക്കും അല്ലേ? പെൻസിലും കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ സാധിക്കും. ഞാൻ വെറുതെ ഒരു മേശപ്പുറത്ത് അല്ലെങ്കിൽ തറയിട്ടാൽ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് പ്രയോജനപ്പെടണമെങ്കിൽ എന്ത് വേണം? ഇതിനെ ഗൈഡ് ചെയ്യാൻ എന്ത് വേണം? കൈ വേണം. ഇതില്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഇത് പ്രാവർത്തികമാണ്. എങ്ങനെയാണെന്നറിയാമോ? നമുക്ക് ഒത്തിരി ടാലന്റ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ടാലന്റ് ഉണ്ട് എന്ന് കരുതുന്നതായ കാര്യങ്ങൾ ഒന്ന് പറയാമോ? നിങ്ങൾക്ക് ഇന്ന ടാലന്റ് ഉണ്ട് ഒന്ന് പറയാമോ? ആർക്കെങ്കിലും പടം വരയ്ക്കാൻ അവിടെ ടാലന്റ് ഉണ്ട്, ഡാൻസ് കളിക്കാൻ ടാലന്റ് ഉണ്ട്, പ്രസംഗത്തിനുള്ള പാട്ട് പാടാൻ, മാർഷ്യൽ ആർട്സ്, വെരി ഗുഡ്, മാർഷ്യൽ ആർട്സിനുള്ളത്, പാട്ട് പാടാൻ കഴിവുണ്ട്, ഡ്രോയിങ് ചെയ്യാൻ കഴിവുണ്ട്, ചെസ് കളിക്കാൻ കഴിവുണ്ട്, ഫുട്ബോൾ കളിക്കാൻ. ഓക്കെ, ഫൈൻ, ശരി. ഒത്തിരി കഴിവുകളുള്ള കുട്ടികളാണത്. ഓക്കെ, ഇനി കേക്ക്. ഇനി നിങ്ങൾക്ക് എന്തുമാത്രം കഴിവുണ്ടെങ്കിലും ദൈവം നിങ്ങളുടെ കൂടെ ഇല്ല എങ്കിൽ നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളെല്ലാം ഭയങ്കര പഠിപ്പിസ്റ്റുകളാണെന്ന് വിചാരിച്ചോ? ഞാൻ എന്താ പറഞ്ഞേ? വിചാരിച്ചോ? നിങ്ങൾ പഠിപ്പിസ്റ്റുകളാണെന്ന് അറിയാം, എന്നാലും പറയുക. നിങ്ങളെല്ലാം നന്നായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു. അടുത്ത ദിവസം പരീക്ഷയാണ്. പക്ഷേ തലേ ദിവസം നിങ്ങൾക്ക് പനി പിടിച്ചു. എന്ത് പിടിച്ചു? പനി പിടിച്ചു. എക്സാം എഴുതാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നിങ്ങൾ പഠിച്ചായിരുന്നു, ഇല്ലേ? നിങ്ങൾ പഠിച്ചായിരുന്നു, പക്ഷേ പരീക്ഷ എഴുതാൻ പറ്റിയോ? ഇല്ല. അപ്പോൾ ഇതാണ് പറയുന്നത്, നമ്മുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് വേണം, ബാക്കി എഫേർട്ട് ആരെയും? ദൈവം. അതാണ് നാം പാതി ദൈവം പാതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തുമാത്രം കഴിവുകൾ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെ ഇല്ല എങ്കിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതുപോലെ തന്നെയാണ് പെൻസിലിന്റെ ഒന്നാമത്തെ ക്വാളിറ്റി. പെൻസിലും കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, പക്ഷേ ഇതിനെ ഗൈഡ് ചെയ്യാൻ എന്ത് വേണം? ഒരു കൈ വേണം അല്ലേ? ഇതിനെ ഗൈഡ് ചെയ്യാൻ ഒരു കൈ വേണം. ഓക്കെ, സോ നമുക്ക് വേദപുസ്തകത്തിൽ അങ്ങനെ ദൈവത്തിന്റെ കരബലത്തിന് കീഴെ വിധേയപ്പെട്ട ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടാം. ഓക്കെ, അദ്ദേഹത്തിന് വലിയ കഴിവൊന്നുമില്ലായിരുന്നു, പക്ഷേ ദൈവത്തിൽ അദ്ദേഹം ശരണപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിജയം നേടി. ആ വ്യക്തിയുടെ പേര് ഒന്ന് വായിച്ചേ, ഉറക്കെ. ഗിദെയോൻ. ഒന്ന് പറഞ്ഞേ. ഗിദെയോനെ പറ്റി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏത് പുസ്തകത്തിലാണ് കാണുന്നത്? ജഡ്ജസ്. അതിന്റെ മലയാളം എന്തുവാ?
ഗുഡ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ് ഈ ഗിദെയോൻ ആരാണ്? പറ. ഇസ്രായേലിലെ ഒരു ന്യായാധിപനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വലിയ കഴിവൊന്നുമില്ലായിരുന്നു. പക്ഷെ ദൈവം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു, ഉപയോഗിച്ചു. ഇസ്രായേൽ ജനതയെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്തു? രക്ഷിച്ചു. ഈ കഥാപാത്രത്തെ ആദ്യമായിട്ട് കേൾക്കുന്നവരൊന്ന് കൈപൊക്കിക്കേ. ഗിദെയോൻ എന്ന കഥാപാത്രത്തെ ആദ്യമായിട്ട് കേൾക്കുന്നവർ, നിങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞോ, നിങ്ങളെ ജഡ്ജ് ചെയ്യാനായിട്ടൊന്നുമല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ഗിദെയോൻ എന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവർ. അപ്പൊ പുതിയൊരു പേര് നിങ്ങൾ പഠിച്ചു ഇല്ലേ? ദൈവം എടുത്തുപയോഗിച്ച ഒരു വ്യക്തി ആരാണ്? ഗിദെയോൻ. ഒന്ന് ഉറക്കെ പറഞ്ഞേ. അതെ, വലിയ കഴിവുകളൊന്നും ഇല്ല, പക്ഷേ ദൈവം അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ കൃപ അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചു? വിജയം സംഭവിച്ചു. ഇനിയും വേറൊരു ഉദാഹരണങ്ങൾ കാണാം. ഇതാരാ? ഈ കഥാപാത്രത്തെ അറിയാത്ത ആരും തന്നെ ഉണ്ടാവത്തില്ല അല്ലേ? മോശ എന്ന് കേൾക്കാത്തതായ ആരും ഉണ്ടാവത്തില്ല. മോശയും തിരഞ്ഞെടുത്തപ്പോൾ അവൻ പറഞ്ഞു, എന്നും കൊണ്ട് ഇത് പറ്റത്തില്ല, കാരണം ഞാൻ ഇതിന് യോഗ്യനല്ല. പക്ഷേ ദൈവം എന്ത് പറഞ്ഞു? ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. പ്രിയമുള്ളവരെ, ഈ പെൻസിൽ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം അത് തന്നെയാണ്. നമുക്ക് എന്തുമാത്രം കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പരാജയപ്പെട്ട് പോവുകയില്ല. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വാളിറ്റി എന്തുവായിരുന്നു? യു ക്യാൻ ഡു ഗ്രേറ്റ് തിങ്സ് ബട്ട് ഓൾവേസ് സറണ്ടർ ടു ഗോഡ്. ഓൾവേസ് സറണ്ടർ ടു ഗോഡ്. ഇനിയും രണ്ടാമത്തെ, ഇതിനോട് ചേർന്ന് ഇതാരാ? ആണോ? ഉറപ്പാണോ? എന്തോ വേറെ ഉത്തരവുണ്ടോ? ഇല്ല. ആരാണ്? എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ. ഡോക്ടർ APJ അബ്ദുൽ കലാം. ആരായിരുന്നു ഇദ്ദേഹം? ഡോക്ടർ ആയിരുന്നോ? സയന്റിസ്റ്റ്. ഇത് ഇന്ത്യയുടെ ആരായിരുന്നു? പ്രൈം മിനിസ്റ്ററോ? ഇന്ത്യയുടെ മിസൈൽ മാൻ. ഇന്ത്യയുടെ ആരായിരുന്നു? പ്രൈം മിനിസ്റ്റർ ആയിരുന്നു? പ്രസിഡന്റ് ആയിരുന്നോ? ഉറപ്പാണോ? പ്രസിഡന്റ് ഉള്ളവർ കൈപൊക്കിക്കേ. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം പ്രൈം മിനിസ്റ്റർ ആണെന്ന് പറയുന്നത്. അത് കൊള്ളാം. കൈ താത്തിട്ടോ. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഒരു താഴ്ന്ന കുടുംബത്തിൽ നിന്ന് വന്നതാണ്. വലിയ ധനികനായ ഒരു അപ്പനും അമ്മയും അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹം എപ്പോഴും ഒരു ഗൈഡൻസ് തേടിയിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു. ഈ പെൻസിലിന് എപ്പോഴും ഒരു ഗൈഡൻസ് വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതുപോലെ എപ്പോഴും ഗൈഡൻസ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അദ്ദേഹം എവിടെ പ്രസംഗിക്കാൻ പോകുമ്പോഴും പറയും, എൻ്റെ ടീച്ചേഴ്സും എൻ്റെ മെൻറ്റേഴ്സും ഒരുപാട് എന്നെ ഗൈഡ് ചെയ്തു, അവരുടെ ഗൈഡൻസ് ആണ് എൻ്റെ വിജയത്തിലേക്ക് എന്നെ നയിച്ചത്. അതുകൊണ്ടാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ഇനിയും രണ്ടാമത്തേതായ ക്വാളിറ്റി, പെൻസിൽ കുറെ എഴുതി കഴിയുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ? എന്ത് ചെയ്യും? ഷാർപ്പൺ ചെയ്യും. എന്ത് ചെയ്യും? എന്തിനു വേണ്ടിയാ? മൊന വരാനാ? എന്തിനാ അത് ചെയ്യുന്നത്? എന്താ ഷാർപ്പൺ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ? എന്തിനാ നമ്മൾ ഷാർപ്പൺ ചെയ്യുന്നേ? മൊന വെട്ടി എന്തിനു വേണ്ടിയാ ചെയ്യുന്നേ? കുറച്ചുകൂടി ക്ലാരിറ്റിയോട് കൂടി അല്ലേ, നല്ലപോലെ എന്ന് തെളിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷാർപ്പൺ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സുഖം മാത്രമാണ് ലഭിക്കുന്നത്? അല്ല. ചില മൂർച്ച വരുത്തലുകളൊക്കെ നമുക്ക് ആവശ്യമാണ്. ചില വേദനകളൊക്കെ നമുക്ക് ഉണ്ടാകും അല്ലേ? നിങ്ങൾക്ക് എന്തൊക്കെ വേദനയുള്ള നിങ്ങളുടെ ഈ പ്രായത്തിൽ എന്തൊക്കെ നിങ്ങളുടെ വേദനകളെന്ന് പറഞ്ഞേ. ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടത് ഈ പ്രായത്തിലുള്ളവർക്ക് ഒത്തിരി ടെൻഷൻസ് ഒക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങളുടെ ആ വേദനകൾ, ടെൻഷൻസ് ഒക്കെ? പറ, നിങ്ങളുടെ വേദന എന്തോ? നിങ്ങളുടെ എന്തോ ഭയങ്കര വഴക്ക് പറയും. അച്ഛനും അമ്മയൊക്കെ വഴക്ക് പറയും. അച്ഛനമ്മയും ഉണ്ടോ അവിടെ? ഉണ്ട് കേട്ടിട്ടുണ്ട്. ഇവിടെ ഇല്ല, വീട്ടില കണ്ടോണ്ടിരിക്കുക കേട്ടോ, ലൈവാ. ഇനി ആർക്കാ എന്തൊക്കെ വേദന നിങ്ങളുടെ ഈ പ്രായത്തിലുള്ളവർക്ക്? പഠിക്കാൻ ഒരു ലോഡ് പഠിക്കാൻ ഉണ്ട് അല്ലേ? ഒരു ലോഡ് സ്കൂളിൽ അങ്ങ് പഠിക്കാൻ തരും. ഫുട്ബോൾ ദേഹത്ത് കൊള്ളുമ്പോ വേദനയാണ്. പരീക്ഷ വലിയ തലവേദനയാ. ഇതുപോലെ ഒരു വേദന ഇല്ല. പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോ അതിനേക്കായിട്ടും വേദനയാ. ഇനിയുണ്ടോ? പപ്പ അടിക്കുമ്പോ
പപ്പ അടിക്കുമ്പോ വേദനയാ? ഹോംവർക്ക് ചെയ്യാൻ വേദനയാ? ഇതൊക്കെ ശരിക്കൊരു വേദനയാണോ? ഇതൊക്കെ ശരിക്കൊരു വേദനയാണോ? അവിടെ ഞാൻ തരാം. അവിടെ ഇരുന്നു. സിറ്റ്. ഇതൊക്കെ ശരിക്കൊരു വേദനയാണോ? നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു വേദനയായിട്ട് നിങ്ങൾക്ക് പിന്നീട് തോന്നത്തില്ല. കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ വരുവേ. അത് എന്തിനു വേണ്ടിയാ? നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണോ? ആണോ? ഈ പെൻസിൽ ഷാർപ്പനറിനകത്തോട് കയറ്റി ഇറക്കുന്ന എന്തിനു വേണ്ടിയാ? ഇതിനെ നശിപ്പിക്കാൻ വേണ്ടിയാണോ? ആണോ? ഇതിന് കുറച്ച് വേദനയൊക്കെ സഹിക്കേണ്ടി വരും. പക്ഷേ ഇതിനൊരു പർപ്പസ് ഉണ്ട്. എന്തായാലും കുറച്ചുകൂടി നന്നായിട്ട് എഴുതാൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വേദനകളൊക്കെ വരുന്നത് എന്തിനു വേണ്ടിയാണ്? കുറെ കൂടി നമ്മൾ പഠിക്കാനുണ്ട് അല്ലെ? കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടി ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകണം. അതിനു വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ വേദനകൾ ഉള്ളത്. ഈ കഥാപാത്രത്തെ അറിയാവോ? ഏത് ജോസഫാ? ഈശോ മറിയം ജോസഫാണോ? ഏത് ജോസഫാ ഇത്? ഏത് ജോസഫാ? ഈജിപ്തിലെ പ്രധാനമന്ത്രിയായ ജോസഫ് അല്ലേ? ഇത് പുതിയ നിയമത്തിലാണോ പഴയ നിയമത്തിലാണോ? ചുമ്മാ പുതിയ നിയമം. നീ പുതിയ നിയമം എന്നല്ലേ പറഞ്ഞു? ശരി, പഴയ നിയമം ഉറപ്പിച്ചു. ഓക്കെ, പഴയ നിയമത്തിലൊരു കഥാപാത്രമാണ് ആര്? ജോസഫ്. ഈ ജോസഫിന്റെ കഥ ആർക്കൊക്കെ അറിയാം? ഒന്ന് കൈപൊക്കിക്കേ. ഇത്രയും പേർക്കൊക്കെ അറിയാം. ഓക്കെ, ഗുഡ്. ജോസഫിന്റെ കഥ ഞാൻ ഒത്തിരി പറഞ്ഞ് വിവരിക്കുന്നില്ല. ഓക്കെ, എന്തുവായിരുന്നു ജോസഫിന്റെ കഥ? പെട്ടെന്ന് പറഞ്ഞേ. അദ്ദേഹം ആരുടെ മകനായിരുന്നു? ഉറക്കെ. യാക്കോബിന്റെ മകനായിരുന്നു. ഓക്കെ, യാക്കോബിന് എത്ര ആൺമക്കൾ ഉണ്ടായിരുന്നു? എത്രയായിരുന്നു? 12 ആൺമക്കളിൽ എത്രാമത്തെ മോനാണ് ജോസഫ്? 13. 10. ഉറപ്പാണോ? 11. 11. ഉറപ്പാണോ? ഒരുമിച്ചൊന്ന് പറഞ്ഞ 11. 11ാമത്തെ മകനായിരുന്നു ആര്? ജോസഫ്. അങ്ങനെ ജോസഫ് വലിയ സുഖകരമായ ജീവിതത്തിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ സഹോദരന്മാർക്ക് എന്ത് തോന്നി? ഭയങ്കര അസൂയ തോന്നി. മോന്റെ പേരെന്തുവാ? ആൽവിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്തുവാ? ഇതാണോ? മോന്റെ ഇവന്റെ പേരെന്തുവാ? ജോഷുവ. ജോഷുവയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉയർച്ച വന്നാൽ ആൽവിൻ സന്തോഷിക്കുമോ അതോ അസൂയ തോന്നുമോ? എന്തിനു സന്തോഷിക്കും? സന്തോഷിക്കും. കാരണം അവൻ ഉയർത്തു. ഇത്രയും വിശാല മനസ്കനായ ഒരു വ്യക്തി. നല്ലൊരു കൈഡി കൊടുത്തേ. ആൽവിൻ എന്നല്ലേ പറഞ്ഞേ? നമ്മുടെ കൂട്ടുകാർക്ക് ഒരു നന്മ വന്നാൽ നമ്മൾ സന്തോഷിക്കുമോ അതോ നമുക്ക് അസൂയ തോന്നുമോ? ചെറുതായിട്ടൊക്കെ. നമ്മളെക്കാളും കൂടുതൽ മാർക്ക് അവക്ക് കിട്ടിയാൽ, ആ പുറകെ നിൽക്കുന്ന കൊച്ചിന് കിട്ടിയാൽ ഞാൻ നന്നായിട്ട് പഠിച്ചായിരുന്നു. പക്ഷെ ഈ ജോസഫിന് സഹോദരന്മാർക്ക് എന്ത് തോന്നി? ജോസഫ് ഒരുപാട് സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഈ കഴിവുകളിൽ കണ്ട് ഇവന്റെ സഹോദരന്മാർക്ക് എന്ത് തോന്നി? അസൂയ തോന്നി. അതുകൊണ്ട് ഇവനെ എന്ത് ചെയ്തു? കുഴിയിൽ കൊണ്ടിട്ടു അല്ലേ? അവനെ എങ്ങനെയെങ്കിലും വക വരുത്തണം എന്ന് പറഞ്ഞ് കുഴിയിട്ടു. തീർന്നോ? തീർന്നില്ല. അവിടുന്ന് പിന്നെ എന്ത് ചെയ്തു? ഇവിടുത്തെ പിള്ളേര് കൊള്ളാം കേട്ടോ, എല്ലാം കൃത്യമാണ്. ഒന്ന് പറഞ്ഞേ. എങ്ങോട്ട് വിറ്റു? മിസ്രൈമിലേക്ക് അവനെ വിറ്റു. അവിടെ തീർന്നോ? ഇല്ല. പിന്നെന്ത് സംഭവിച്ചു? പോത്തിഫറിന്റെ വീട്ടിലൊക്കെ വന്നു. പിന്നെന്ത് സംഭവിച്ചു? പോത്തിഫറിന്റെ വൈഫ് അവനെ കള്ളം പറഞ്ഞ് ജയിലിൽ ഇടാൻ. അവനെ കള്ളക്കേസിലാക്കി അവനെ ജയിലിൽ. അവൻ നന്നായിട്ട് ജീവിച്ചു വരുമായിരുന്നു അല്ലേ? അവന്റെ ജീവിതം നല്ല ഫ്ലോയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു പോസ് വന്നത്. നമുക്ക് ജീവിതത്തിൽ പോസ് വരുന്ന ഇഷ്ടമാണോ? ഒരു ഉദാഹരണം പറയാം. നിങ്ങളെല്ലാം യൂട്യൂബ് ഒക്കെ കാണുന്നവരാണോ? അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ കാണുന്നവരാണോ? ഇത് കണ്ടോണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ നെറ്റ് ഒന്ന് പോയിന്ന് വിചാരിച്ചോ? നിങ്ങൾക്ക് എന്ത് തോന്നും? നമുക്ക് അങ്ങ് അരിശം കയറി വരും അല്ലേ?
നല്ലൊരു വീഡിയോ കണ്ടോണ്ടിരിക്കുവായിരുന്നു, നല്ലൊരു റീൽസ് കണ്ടോണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് വൈഫൈ ഓഫായി അല്ലെങ്കിൽ നെറ്റ് പോയി. നമ്മൾ എന്താവും? അസ്വസ്ഥരാകും. എന്താവും? അസ്വസ്ഥരാവും. അപ്പോൾ ജോസഫിന്റെ ജീവിതത്തിൽ നല്ല ഫ്ലോയിൽ പൊക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നായ ഒരു പോസ് വന്നത്. പിന്നീട് അങ്ങോട്ട് ഭയങ്കര തകർച്ചയായിരുന്നു അല്ലേ, ഭയങ്കര മൂർച്ചവരത്തിലായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു അവന്റെ ജീവിതത്തിൽ. പക്ഷേ അത് അവനെ നശിപ്പിക്കുവാനായിരുന്നോ? ആയിരുന്നോ? അവിടുന്ന് അവൻ എന്തുവായി? രാജാവായിരുന്നു. എന്തുവായി? എവിടുത്തെ മന്ത്രിയായി? ഈജിപ്തിലെ പ്രധാനമന്ത്രിയായി അല്ലേ? ഈജിപ്തിലെ പ്രധാനമന്ത്രിയായി. ഓക്കെ, ഇതാരാന്നറിയാമോ? ഇതാരാന്നറിയാമോ? ഈ വ്യക്തി ആരാ? ഹാരി പോട്ടർ ആണോ? ഹാരി പോട്ടറിന്റെ രചയിതാവാ. ആരാ? മോൻ പറയടാ. അച്ഛാ, ഇവനൊരു സമ്മാനം കൊടുക്കാവോ? ഒരു സമ്മാനം, ഒരു മുട്ടായി കൊടുക്കാവോ? ചെല്ല്. JK റൗളിംഗ് ആരാണ്? ഒന്ന് ഉറക്കെ പറഞ്ഞേ. അത് നല്ലൊരു കൈ എടുക്ക. JK റൗളിംഗ് മറക്കരുതേ. അപ്പോ JK റൗളിങ്ങിന്റെ ജീവിതമൊക്കെ നോക്കുമ്പോൾ പുള്ളിക്കാരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ട ഒരു വ്യക്തിയായിരുന്നേ. ഈ ഹാരി പോട്ടർ എന്ന സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഈ ഹാരി പോട്ടറിന്റെ പുസ്തകം ഇറക്കാൻ വേണ്ടി 12 കൂടുതൽ പബ്ലിഷേഴ്സിന്റെ അടുക്ക് ആര് പോയി? JK റൗളിംഗ്. ആര് പോയി? അവര് സ്വീകരിച്ചോ? ഇല്ല, റിജക്ട് ചെയ്ത് കഴിഞ്ഞു. ഇതൊന്നും ആരും വായിക്കാൻ പോകുന്നില്ല, ഇതൊന്നും വിറ്റ് പോകാനായിട്ടൊന്നും പോകുന്നില്ല, വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അവരാരും ഇത് എടുത്തില്ല, പബ്ലിഷ് ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല. പക്ഷേ അവളുടെ ജീവിതം നിന്നോ? ഇല്ല. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള ഒരു സീരീസ് ആണ് ഏത്? ഹാരി പോട്ടർ അല്ലേ? അതിന്റെ സിനിമ വരെ ഇറങ്ങി. അപ്പോൾ ജീവിതത്തിൽ ചില വേദനകൾ സംഭവിക്കും. പക്ഷേ നമ്മൾ ചിന്തിക്കുക, അതിന്റെ അപ്പുറം എന്തുണ്ട്? ഒരു അനുഗ്രഹമുണ്ട് അല്ലേ? വേദനകൾക്ക് അപ്പുറം ഒരു അനുഗ്രഹമുണ്ട്. ഈ പെൻസിൽ മൂർച്ച വരുത്തുമ്പോൾ അല്പം വേദന തോന്നുമെങ്കിലും അതിന്റെ അപ്പുറം ഒരു പർപ്പസ് ഉണ്ട്. പെൻസിലും കൊണ്ടൊരു പർപ്പസ് ഉണ്ട്. ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലേ? ഇതാരാ? റൊണാൾഡോ? നെയ്മർ? റൊണാൾഡോ മെസ്സിയോ? ലയണൽ മെസ്സി. എല്ലാവരോടും ഉറക്കെന്ന് പറഞ്ഞ ആരാത്? ഫുട്ബോളിന്റെ ഇതിഹാസം ആരാണ്? ഇദ്ദേഹം റീസെന്റ് ഇന്ത്യയിലേക്ക് വന്നായിരുന്നു അല്ലേ? ഈ റീസെന്റ് ഇന്ത്യയിലേക്ക് വന്നായിരുന്നു. ആ ടൂറിന് ഒരു പേര് കൊടുത്തായിരുന്നു. എന്തായിരുന്നു? ഗോട്ട് ടൂർ. എന്തായിരുന്നു? ഗോട്ടിന്റെ ഫുൾ ഫോം എന്തോ? നിങ്ങൾക്കറിയാം, പറഞ്ഞോ. എന്തുവായിരുന്നു? ഗ്രേറ്റസ്റ്റ് ഓഫ് ഈ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ് ഈ വ്യക്തി ഇന്ത്യയെ കൊണ്ടുവരുന്നതിന് മുമ്പുള്ളൊരു ജീവിതം ഈ പുള്ളിക്ക് ഉണ്ടായിരുന്നു. ആരും തിരിഞ്ഞു നോക്കാനില്ലാതിരുന്ന ഒരു സമയം ഈ പുള്ളിക്ക് ഉണ്ടായിരുന്നു. ചെറുപ്പം തൊട്ടേ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയൊരു വ്യക്തിയായിരുന്നു. എന്തുവായിരുന്നു പ്രതിസന്ധി? ആർക്കെങ്കിലും അറിയാമോ? അവന്റെ വളർച്ച നിന്നുപോയി. ഒരു മുട്ടായി കൊടുക്കായോ? എന്തോ പേര്? സേറാക്ക് ഒരു മുട്ടായി കൊടുക്കാം. ഒരു മുട്ടായി കൊടുക്കാം. അവന് ഗ്രോത്ത് ഹോർമോണിന്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. എന്തുവായിരുന്നു? ഗ്രോത്ത് ഹോർമോൺ, വളർച്ച ഇങ്ങനെ നടത്തുന്നതായ ഹോർമോണിന്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടായി. ആർക്ക്? മെസ്സിക്ക് അല്ലേ? ലയണൽ മെസ്സിക്ക്. ഇന്ന് നമ്മൾ ആരാധിക്കുന്ന ലയണൽ മെസ്സിക്ക്. അന്ന് അവൻ കളിച്ചുകൊണ്ടിരുന്ന ചെറിയ ചെറിയ ലോക്കൽ ക്ലബ്ബുകൾ ഒന്നും തന്നെ അവനെ സഹായിക്കുവാനായിട്ട് മുമ്പോട്ട് വന്നില്ല. അവസാനം ആരാണ് വന്നത്? FC ബാർസലോണ. ആരാണ്? FC ബാർസലോണ. അതെന്തുവാണ്? ഒരു ഫുട്ബോൾ ക്ലബാണ്. അതായത് ഒരുപാട് വേദനകളിലൂടെ കടന്നു പോയൊരു വ്യക്തിയാണ്. ഇന്ന് പക്ഷേ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള വ്യക്തിയും ആരാണ്? ലയണൽ മെസ്സി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില വേദനകൾ ഉണ്ടാകും. പക്ഷേ അതെല്ലാം ആത്മവിശ്വാസത്തോടും ദൈവവിശ്വാസത്തോടും കൂടെ
നമ്മൾ അതിനെ തരണം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും? അനുഗ്രഹം ഉണ്ടാകും. ഇനിയും മൂന്നാമത്, ഈ പെൻസിലിലൊക്കെ അറ്റത്ത് എന്ത് വരും? എന്ത് വരും? ഇതിന്റെ അറ്റത്തില്ല കേട്ടോ, നോക്കണ്ട. പെൻസിലിലൊക്കെ അറ്റത്ത് എപ്പോഴും എന്ത് വരും? എന്ത് വരും? ഉറക്കെ പറ. റബ്ബർ അല്ലെങ്കിൽ ഇറേസർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ തന്നിരിക്കുന്നത്? അതായത് എഴുതുമ്പോൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ സംഭവിക്കാം, അല്ലേ? എഴുതുമ്പോൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ സംഭവിക്കാം. അത് കയ്യോടെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? മായ്ച്ചു കളയണം. എന്ത് ചെയ്യണം? മായ്ച്ചു കളയണം. നമ്മുടെ ജീവിതത്തിലും തെറ്റുകളൊക്കെ സംഭവിക്കും, പക്ഷേ അതെന്ത് ചെയ്യണം? മായ്ക്കണം, അല്ലേ? അതിനുവേണ്ടി നമുക്കൊരു കൂദാശ തന്നെ ഉണ്ട്. എന്താണ്? ഏത് കൂദാശയാണ്? നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്ന കൂദാശ ഏതാണ്? 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 തൈലാഭിഷേകമോ? എന്റെ പൊന്നോ! കുംഭസാരം, അല്ലേ? വിശുദ്ധ കുംഭസാരം നടത്തിയിട്ടുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അതിലൂടെ ലഭിക്കുന്ന കൃപ എന്താണ്? പാപമോചനം എന്ന വലിയ കൃപയാണ്, അല്ലേ? അപ്പോൾ തെറ്റുകളൊക്കെ സംഭവിക്കും. അങ്ങനെ തെറ്റുകൾ സംഭവിച്ച ഒരു വ്യക്തിയാണ് ഈ കഥാപാത്രം. ആരാണെന്നറിയാമോ? ആരാണെന്നറിയാമോ? സോറി, ഇതിനകത്തില്ല, ഞാൻ തന്നെ പറയാം. ആ ആളുടെ പേര് പത്രോസ് എന്നാണ്. ആരാ? പത്രോസ് വലിയ ഡയലോഗ് വെച്ച് കർത്താവിനോട് അടിച്ചു, കർത്താവെ, ആരൊക്കെ തള്ളി പറഞ്ഞാലും ഇവരെല്ലാം ചിലപ്പോൾ നിന്നെ തള്ളി പറയും, പക്ഷേ ഞാൻ തള്ളി പറയത്തില്ല എന്ന് പത്രോസ് പറഞ്ഞു. പക്ഷെ ഏറ്റവും ആദ്യം തള്ളി പറഞ്ഞ ആരാണ്? 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 ആരാണ് തള്ളി പറഞ്ഞത്? പക്ഷേ പത്രോസ് നശിച്ചു പോയോ? ഇല്ല. അവന്റെ ജീവിതത്തിൽ ഒരു അനുതാപത്തിന്റെ അവസ്ഥ ഉണ്ടായി, അല്ലേ? അവനെ മാനസാന്തരപ്പെടണം, അവന് റിപ്പന്റ് ചെയ്യണം എന്നൊരു തോന്നൽ ഉണ്ടായി. അതാണ് തിരികെ അവനെ വലിയ ഒരു ആളാക്കി മാറ്റിയത്, അല്ലേ? പത്രോസ് ശ്ലീഹായുടെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, അല്ലേ? അന്ന് അവൻ നശിച്ചു പോയതെങ്കിൽ ഇതെല്ലാം നമ്മൾ വായിക്കുമായിരുന്നോ? ഇല്ല. ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു വ്യക്തിയാണ്, പക്ഷേ തെറ്റ് ചെയ്തൊരു വ്യക്തി തന്നെയാണ്. കർത്താവിനെ അവൻ തള്ളിപ്പറഞ്ഞു. 3 തവണ തള്ളിപ്പറഞ്ഞപ്പോൾ കർത്താവ് അവനെ 3 തവണ ചോദ്യത്തിലൂടെ തിരിച്ചെടുക്കുകയാണ്. ഏത് ചോദ്യമാണെന്ന് അറിയാമോ? ഏത് ചോദ്യത്തിലൂടെയാണ് കർത്താവ് അവനെ യഥാസ്ഥാനപ്പെടുത്തുന്നത്, റീസ്റ്റോർ ചെയ്യുന്നത്? പറ. ഇന്ന് തിരുമേനി പറഞ്ഞ ഒരു സന്ദേശം അത് തന്നെയാണ്. എന്താണ്? നീ എന്നെ ഡു യു ലവ് മീ മോർ ദാൻ ദിസ്? നീ ഇവരെക്കാൾ കൂടുതൽ എന്നെ എന്തോ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കണം. തെറ്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും, പക്ഷേ അതിനെല്ലാം മായ്ക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മറ്റ് എന്തിനേക്കാളും ആരെ സ്നേഹിക്കണം? ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്റെ കടങ്ങളെ ശേഷം നിൻ മിടുക്കരാ. എപ്പോ പാടുന്നത്? എപ്പോഴാ? നോമ്പിലോ? എപ്പോഴാ? നോമ്പി പാടുന്നതാണോ? എപ്പോ പാടുന്നേ? എന്റെ കടങ്ങളെ ശേഷം നിൻ കൃപയാലെ മായിച്ചൻ പാവങ്ങളെയും കൃപയാൽ പുണ്യമതാക്കണമേ. അതിന്റെ അർത്ഥം എന്തുവാ? എന്റെ കടങ്ങൾ, എന്റെ കുറവുകൾ എല്ലാം എന്ത് ചെയ്യണം? കൃപയാകുന്ന, അല്ലെ? നിന്റെ കൃപ കൊണ്ട് അതിനെല്ലാം മായിച്ചു കളയണം. ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ തെറ്റുകളൊക്കെ ക്ഷമിക്കപ്പെടും. ആ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുകയാണ് നമ്മുടെയൊക്കെ ജോലി എന്ന് പറയുന്നത്. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് മുമ്പോട്ട് ജീവിതം നയിക്കുക, അതാണ് ഒരു ക്രൈസ്തവ പൈതലിന്റെ ദൗത്യം എന്ന് പറയുന്നത്. അപ്പൊ 3ാമത്തെ ക്വാളിറ്റി നമ്മൾ കണ്ടു. എന്താണ്? തെറ്റുകൾ സംഭവിക്കും, പക്ഷേ കൃത്യസമയത്ത് അത് എന്ത് ചെയ്യണം? മായ്ച്ചു കളയണം. 4ാമത്തത്, ഒരു പെൻസിൽ എന്ന് പറയണമെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്ത് വേണം? മോനെ വേണമെന്നോ? എന്ത് വേണം?
ഇതൊരു തടി കഷ്ണമാണ് അല്ലേ? ഈ തടി കഷ്ണം പെൻസിലായി മാറണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ എന്ത് വേണം? ഉള്ളിലെന്ത് വേണം? മഴയോ? ഇതിനെന്താണ് പറയുന്നത്? ഗ്രാഫൈറ്റ്. എന്താ പറയുന്നത്? ഈ ഗ്രാഫൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു പെൻസിലായി മാറുകയുള്ളൂ. അപ്പോൾ ഈ തടിയെ ഒരു പെൻസിൽ നിന്ന് ഐഡന്റിറ്റിയിലേക്ക് മാറ്റുന്നത് എന്താണെന്ന് പറഞ്ഞേ. ഗ്രാഫൈറ്റ്. ഒരു തടി കഷ്ണത്തെ പെൻസിലാക്കി മാറ്റുന്നത് എന്താണ്? ഇന്ന് നമുക്ക് എല്ലാവർക്കും ഓരോ ഐഡന്റിറ്റി ഉണ്ടല്ലേ? അല്ലേ? നമ്മുടെ ഐഡന്റിറ്റി പുറമേയുള്ള കാര്യങ്ങൾ കൊണ്ടാണോ അകമേയുള്ള കാര്യങ്ങൾ കൊണ്ടാണോ? ശരിക്കും നമ്മൾ ഒത്തിരി സമയം ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പുറമേയുള്ള കാര്യങ്ങളെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി അല്ലേ? നമ്മൾ നല്ല വസ്ത്രം ഇടും അല്ലേ? മുടിയൊക്കെ നല്ല രീതിയിൽ നമ്മൾ വിട്ടു അല്ലേ? കുറേ നമുക്ക് ഓരോ സ്റ്റൈൽ കട്ട്, എന്തൊക്കെ കട്ടുണ്ട്, കുറേ ഹെയർ കട്ട്സ് ഒക്കെ ഉണ്ട് അല്ലേ? നമ്മളെല്ലാം പുറമേ എല്ലാം നല്ല മനോഹരമാക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. പെൻസിൽ പഠിപ്പിക്കുന്നതാണ്. ഒരു പെൻസിലിന്റെ ഐഡന്റിറ്റി നൽകുന്നത് പുറമേയുള്ള തടിയല്ല, അകമേയുള്ള ഗ്രാഫൈറ്റ് ആണ്. ഏറ്റവും ലാസ്റ്റ്, അഞ്ചാമത്തത്, ഈ പെൻസിൽ കൊണ്ട് എവിടെ വരച്ചാലും അത് അവിടെ ഒരു അടയാളം അവശേഷിപ്പിക്കും അല്ലേ? ഈ പെൻസിൽ കൊണ്ട് എവിടെ വരച്ചാലും അവിടെ ഒരു അടയാളം അവശേഷിപ്പിക്കും. Yes or no? Yes or no? Yes or no? അപ്പൊ നമ്മുടെ ജീവിതം, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നല്ല ഓർമ്മകളെ സമ്മാനിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മോന്റെ പേരെന്തുവാ? ജോയൽ. ഓക്കെ, ജോയലിന് ശത്രു എന്ന് തോന്നുന്ന ഒരാളെ മനസ്സിൽ നിന്ന് ഓർത്തോ? അപ്പൊ ശത്രു ഉണ്ട് അല്ലേ? ഒരു ശത്രു ഉണ്ട്. ഓക്കെ, ആ ശത്രു എന്ന് നമുക്ക് മനസ്സിൽ തോന്നുന്ന ആളെ എന്ത് ചെയ്തതുകൊണ്ടാണ് ആ ഒരു ശത്രുത ഉണ്ടായത്? നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്തതായ ഒരു ഓർമ്മ നമുക്ക് സമ്മാനിച്ചത് കൊണ്ടാണ് അതേ നമ്മുടെ ശത്രുവായി മാറിയത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നല്ല ഓർമ്മകളെ അവശേഷിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ല നല്ല സ്മരണകൾ നമ്മൾ നൽകുവാനായിട്ട് സാധിക്കണം. നമ്മളെ കൊണ്ട് സാധിക്കുമോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ഈ കോട്ടയത്തെ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് അത് സാധിക്കുമോ? എന്തു സാധിക്കും? മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ല സ്മരണകളെ കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ഗുഡ്. ഇതാരാണ് ഈ വ്യക്തിയെ പുതുപ്പള്ളിക്കാർക്ക്, കോട്ടയംകാർക്ക് പരിചയപ്പെടുത്തേണ്ടതായ ആവശ്യമേ ഇല്ല. നമ്മുടെ എല്ലാം മനസ്സുകളിൽ ഈ വ്യക്തി ഉണ്ട്. എന്തുകൊണ്ടാണ്? ജീവിച്ചിരുന്നപ്പോൾ നല്ല സ്മരണകൾ സമ്മാനിച്ച് ഈ ലോകത്തിൽ നിന്നും കടന്നുപോയ ഒരു വ്യക്തിയാണ് അല്ലേ? അതുകൊണ്ട് എത്ര കാലം കഴിഞ്ഞാലും ആ സ്മരണകൾ എന്നും ഉണ്ടാകും. ഇത് നമുക്കൊരു വലിയ ഉദാഹരണമാണ്. നമ്മുടെ ഈ ദേവാലയത്തിൽ നിന്നുള്ള ഒരു വലിയ വ്യക്തിയാണ് അല്ലേ? നമുക്കൊരു റോൾ മോഡലായിട്ട് തന്നെ എടുക്കാം. നല്ല സ്മരണകളെ ഈ പെൻസിൽ എവിടെ ചലിപ്പിച്ചാലും അവിടെ ഒരു അടയാളം അവശേഷിപ്പിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം അത് മറ്റുള്ളവരുടെ മനസ്സുകളിലും മറ്റുള്ളവരുടെ ജീവിതങ്ങളിലും ഒരു അടയാളം അവശേഷിപ്പിക്കുമെന്ന് നമ്മളെപ്പോഴും ചിന്തിക്കണം. അപ്പോൾ 5 കാര്യങ്ങൾ നിർത്തുക. ഞാൻ കറക്റ്റ് പറഞ്ഞു, അരമണിക്കൂർ കൊണ്ട് ഞാനിത് വൈൻഡപ്പ് ചെയ്യും. അരമണിക്കൂർ ആയില്ലേ അല്ലേ? 8 മണിയാകുമ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, സോ 5 കാര്യങ്ങൾ ഓർമ്മയുണ്ട്. ആരൊക്കെ ഓർമ്മയുള്ളവരൊന്ന് കൈപൊക്കിക്കേ. ആരെങ്കിലും ഇവിടെ വന്നെന്ന് പറയാമോ? ഞാൻ പറഞ്ഞ 5 കാര്യങ്ങൾ, ഈ പെൻസിൽ നമുക്ക് നൽകുന്നതായ 5 ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? 1, എന്താണ്? ഒരാളെന്ന് പറയാമോ? ഒരാൾ 5 എണ്ണവും പറയാമോ? ആര് പറയും? 5 എണ്ണം. വാ മോളോ, 5 എണ്ണം. ഞാനിപ്പോൾ പറഞ്ഞതായ 5 കാര്യങ്ങൾ, ഈ പെൻസിൽ നമുക്ക് നൽകുന്നതായ 5 പാഠങ്ങൾ എന്തൊക്കെയെന്ന് ആർക്കെങ്കിലും പറയാനായിട്ട് സാധിക്കുമോ? ഒന്നാമത് എന്തായിരുന്നു? യു ക്യാൻ ഡു. നമ്മളൊരു കഥാപാത്രത്തെ പരിചയപ്പെട്ടു. ആരായിരുന്നു? ഗിദെയോൻ. രണ്ടാമത്തത്, ഇടയ്ക്കിടയ്ക്ക് ഒരു പോസ് വേണം. എന്തിന്? കുറച്ച് മൂർച്ച വരുത്താൻ. എങ്കിൽ മാത്രമേ ജീവിതത്തിന്റെ പർപ്പസ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. മൂന്നാമതായി
കറക്ഷൻ ഈസ്, ഉറക്കെ വായിച്ചേ, ഉറക്കെ വായിച്ചേ. ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം, പക്ഷേ കൃത്യസമയത്ത് അതെല്ലാം നമ്മൾ മായിച്ചു കളയണം. അത് വെച്ചോണ്ടിരിക്കാനുള്ളതല്ല, അത് മായിച്ചു കളയാനുള്ള. നാലാമത്തതായി, ഈ ഒരു മരകഷ്ണത്തെ പെൻസിലാക്കി മാറ്റുന്നത് ഉള്ളിലെ ഈ ഗ്രാഫൈറ്റ് ആണ്. നമ്മൾ എന്ന ഐഡന്റിറ്റി, അത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ എന്ത് ഐഡന്റിറ്റിയാണ്? നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ്, പുറമേയുള്ള കാര്യങ്ങൾ കൊണ്ടാണോ ഈ ലോകത്തിൽ നമ്മൾ ഐഡന്റിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? നമ്മളൊന്ന് ചിന്തിക്കണം. ഏറ്റവും അവസാനമായി, ഓൾവേസ് 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 ലീവ് എ നല്ല മാർക്കാണോ പന്ന മാർക്കാണോ? ഓൾവേസ് ലീവ് ഗുഡ് മെമ്മറീസ്. ഓൾവേസ് ലീവ്, ഓൾവേസ് ലീവ്, ഓൾവേസ് ലീവ്. വൈൻഡപ്പ് ചെയ്യട്ടെ. നമ്മുടെ ആദ്യത്തെ കുട്ടി കൺവെൻഷൻ ആയിരുന്നു അല്ലേ? അതുകൊണ്ടാണ് കുട്ടികളുടെ രീതിയിലുള്ള ഒരു പെൻസിൽ കൊണ്ട് നിങ്ങളിലേക്ക് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയാനായിട്ട് ആഗ്രഹിച്ചത്. ഇതിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇത് ഞാൻ ഉണ്ടാക്കിയ പോയിന്റ്സ് ഒന്നുമല്ല, ഇത് ഒരു പ്രശസ്തനായ എഴുത്തുകാരൻ്റെ ഒരു പോയിന്റ്സ് ആണ്. ഏത് എഴുത്തുകാരനാണെന്ന് ആർക്കെങ്കിലും പറയാമോ? പറയാമോ? മുതിർന്നവർക്കും പറയാം. അപ്പൊ നിങ്ങൾ ഇത്രയും നേരം വിചാരിച്ചതെല്ലാം ഞാൻ ഉണ്ടാക്കിയ പോയിന്റ്സ് ആണെന്ന്. അങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നല്ലേ? ഇത് ഒരു ബ്രസീലിയൻ എഴുത്തുകാരനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് പൗലോ കൊയ്ലോ എന്നാണ്. എന്താണ് കേട്ടിട്ടുണ്ടോ? പൗലോ കൊയ്ലോ എന്ന് കേട്ടിട്ടുള്ളവരൊക്കെ നോക്കി. ലൈക്ക് എ ഫ്ലോയിങ് റിവർ എന്ന അദ്ദേഹത്തിന്റെ ഒരു കൃതിയിലാണ് ഇങ്ങനെ ഒരു പോയിന്റ്സ്, 5 പോയിന്റ്സ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സോ നമ്മൾ ആദ്യമേ ഒരു പാട്ട് പഠിച്ചായിരുന്നു. എന്തായിരുന്നു? എന്തായിരുന്നു? God's love, God's love, God's love. Oh wonderful. അതൊന്നുകൂടി പാടാവോ? ഓക്കെ, ready, 1 2 3 4. God's love, God's love, God's love. Oh wonderful love, so high, so high, so high. Okay. So നമ്മളെല്ലാം വീട്ടിൽ നിന്ന് കടന്നു വന്നവരാണല്ലേ? ഇന്ന് ദൈവം ഈ സന്ധ്യയിൽ ഈ ദേവാലയ അങ്കണത്തിൽ ഇപ്രകാരം കുറെ കാര്യങ്ങൾ കേൾക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ തക്കവണ്ണം ഒരു അവസരം ഒരുക്കി അല്ലേ? അപ്പോൾ ദൈവത്തിനൊരു സ്തുതി പാടിക്കൊണ്ട് നമുക്ക് നിർത്തിയാലോ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ട്, എല്ലാവരും ചേർന്ന് പാടണം. ഓക്കെ, ഈ പാട്ടിൻ്റെ പേര് നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും. എല്ലാവർക്കും അറിയാം. ഓക്കെ, ഒരുമിച്ച് എല്ലാവരും പാടാം. റെഡി, 1 2 3 4. നന്ദിയോടെ ഞാൻ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഒന്നുകൂടെ എല്ലാവരും. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമീ